ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പാസീവ് വോയിസിൽ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ പറയാം അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാൻ പഠിച്ചു അല്ലേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. എന്താണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്? നമുക്കറിയാം ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ നോർമൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് എന്ത്? വിൽ ഹാവ് പ്ലസ് വെർബ് തേർഡ് ഫോം. എന്താണ് ഒന്ന് പറയാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ സ്ട്രക്ചറാണ് വിൽ ഹാവിൻ്റെ കൂടെ വെർബ് തേർഡ് ഫോം, വിൽ ഹാവ് പ്ലസ് തേർഡ് ഫോം. പക്ഷേ പാസീവ് വോയിസിൽ നമ്മൾ പാസീവ് വോയിസിൽ വരുമ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചറാണ് വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് തേർഡ് ഫോം. എന്താണ്? വിൽ ഹാവിൻ്റെ കൂടെ ബീൻ എക്സ്ട്രാ വരണം, എന്നാലേ പാസീവായി മാറുകയുള്ളൂ. ഓക്കെ, നോർമൽ ആണെങ്കിലോ വിൽ ഹാവ് പ്ലസ് തേർഡ് ഫോം, കുഴപ്പമില്ല. പാസീവ് ആണെങ്കിലോ വിൽ ഹാവ് ബീൻ പ്ലസ് വെർബ് തേർഡ് ഫോം, ഒരു ചെറിയ മാറ്റമുള്ളൂ. ഓക്കെ, അതുപോലെ നമുക്കറിയാം എപ്പോഴാണ് പാസീവ് ഉപയോഗിക്കുക? പാസീവ് ഉപയോഗിക്കുന്നത് ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, അപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക, പാസീവ് വോയിസ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമ്മൾ നോക്കാം. ഇതിൻ്റെ മലയാള മീനിങ് ആണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയില്ല നമ്മൾ. നീ അവിടെ എത്തുമ്പോഴേക്കും നിന്റെ വീട് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുന്നതിന് മുന്നേ തന്നെ മറ്റൊരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഭാവിയിൽ, അങ്ങനെയാണ്. ഓക്കെ, ഒരു കാര്യം ഓൾറെഡി സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയില്ല ഭാവിയിൽ, അതാണ്. നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ് ഞാൻ ഓഫീസിൽ എത്തുമ്പോഴേക്കും. ഉണ്ടോ? ഞാൻ ഓഫീസിൽ എത്തുമ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഞാൻ ഓഫീസിൽ എത്തുമ്പോഴേക്കും മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടാകും എന്ന് പറയില്ലേ. അപ്പം അങ്ങനെ പറയുമ്പോൾ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടാകും, ആര് തുടങ്ങും മീറ്റിംഗ് അതൊന്നും അറിയില്ല. അതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം നമുക്ക് എന്ത് ചെയ്യാം? പാസീവ് വോയിസ് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ പറയാണ് ദ മീറ്റിംഗ് വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടഡ്. എന്താണ്? ദ മീറ്റിംഗ് വിൽ ഹാവ് ബീൻ, ദ മീറ്റിംഗ് വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ ദ ടൈം ഐ റീച്ച് ദ ഓഫീസ്. ഇത് കണ്ടോ നമ്മുടെ സിമ്പിൾ ഫ്യൂച്ചർ. ഇത് അവിടുത്തെ നിന്നോടെ ഒരു കുഴപ്പമില്ല. ഇത് നമ്മുടെ സാധാ സ്ട്രക്ചറാണ്, സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് മാറ്റം വരുത്തണം. ഇവിടെ നമ്മൾ പാസീവ് വോയിസിൽ എഴുതിയതിൻ്റെ കാരണം മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും, ആര് തുടങ്ങുമെന്നും അറിയാത്തത് കൊണ്ട് ആ ഒരു പോർഷൻ മാത്രം നമ്മൾ പാസീവ് വോയിസിൽ എഴുതി. ഓക്കെ, ദ മീറ്റിംഗ് വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ ദ ടൈം ഐ റീച്ച് ദ ഓഫീസ്. ഉണ്ടോ? ഞാൻ ഓഫീസിൽ എത്തുമ്പോഴേക്കും മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നായി. ഇനി രണ്ടാമതാണ് നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ. നീ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്തായി? നിന്റെ റൂം വൃത്തിയാക്കിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിന്റെ റൂം വൃത്തിയാക്കിയിരിക്കും. നിന്റെ റൂം ആര് വൃത്തിയാക്കും അറിയില്ല. നിന്റെ റൂം വൃത്തിയാക്കിയിരിക്കും അല്ലേ, ആര് അറിയില്ല. അതുകൊണ്ട് ആ ഒരു പോർഷൻ മാത്രം, ഇത് നിന്റെ റൂം വൃത്തിയാക്കിയിരിക്കും എന്ന് പറയുന്ന പോർഷൻ മാത്രം പാസീവ് വോയിസിൽ എഴുതാം, പാസീവ് വോയിസിൽ. ഓക്കെ, എന്താണ്? യുവർ റൂം, നിന്റെ റൂം. will have been cleaned, will have been cleaned. Your room will have been cleaned before you reach home. നീ വീട്ടിലെത്തുമ്പോഴേക്കും, അല്ലെ നീ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിന്റെ റൂം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നായി. അപ്പോൾ ഇവിടെ അറിയാത്തത് കൊണ്ട് ഈ ഒരു പോർഷൻ മാത്രം നമ്മൾ എന്ത് ചെയ്ത് പാസീവ് വോയിസിൽ എഴുതി. ഓക്കെ, ഇനി അടുത്താണ് അതിഥികൾ ഇവിടെ എത്തുമ്പോഴേക്കും ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടായിരിക്കും. ഗസ്റ്റ് ഇല്ലേ, അതിഥികൾ, കുറേ സമയമുണ്ട്, പക്ഷേ അവരിവിടെ എത്തുമ്പോഴേക്കും ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, ആരാണ് ഉണ്ടാക്കുന്നത് അറിയില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു പോർഷൻ പാസീവ് വോയിസിൽ. ദ ഫുഡ് വിൽ ഹാവ് ബീൻ കുക്ക്ഡ്, ദ ഫുഡ് വിൽ ഹാവ് ബീൻ കുക്ക്ഡ് ബൈ ദ ടൈം ദ ഗസ്റ്റ് അറൈവ് ഹിയർ. ആണോ? എന്താണ്? അതിഥികൾ ഇവിടെ എത്തുമ്പോഴേക്കും. ഇത് സിമ്പിൾ ഫ്യൂച്ചറാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെയാണ് നമ്മൾ പാസീവ് ആക്കിയത്. എന്താ കാരണം? ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, ആരാണ് എന്നറിയാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ പാസീവ് ചെയ്ത്, അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് കറണ്ട് പോകുന്നതിന് മുമ്പ് ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരിക്കും. പറയാണ് അതെ, കറണ്ട് പോകുന്നതിന് മുന്നേ ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറയില്ലേ. അപ്പോൾ കറണ്ട് പോകുന്നതിന് മുമ്പ് ടാങ്കിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. അപ്പോൾ ടാങ്കിൽ ആരാണ് നിറക്കുന്നത് അതൊന്നും ഇവിടെ അറിയാത്തത് കൊണ്ട് ആ ഒരു പോർഷൻ നമുക്ക് പാസീവ് വോയിസിൽ എഴുതാം. ഇങ്ങനെ വരും: ദ ടാങ്ക് വിൽ ഹാവ് ബീൻ ഫിൽഡ്, ദ ടാങ്ക് വിൽ ഹാവ് ബീൻ ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ ബിഫോർ ദ പവർ ഗോസ് ഓഫ്. ഇത് കണ്ടോ? ഇത് നമ്മുടെ സിമ്പിൾ പ്രസന്റ് ആണ്. ഇവിടെ ഒന്നും ചെയ്യേണ്ട, കാരണം നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഉണ്ട് പ്രോപ്പർ സബ്ജക്റ്റ്.
ഇവിടെയാണ് പ്രശ്നം വരിക. ഇവിടെ ആര് നിറക്കുന്നു അറിയാത്തത് കൊണ്ട് നമ്മളിത് പാസീവ് വോയിസിൽ എഴുതി ദ ടാങ്ക് വിൽ ഹാവ് ബീൻ ഫിൽഡ് വിത്ത് വാട്ടർ ബിഫോർ ദ പവർ ഗോസ് ഓഫ്. ഇനി ഞാൻ പറയാണ്, നിങ്ങൾ വീട്ടിൽ എത്തുമ്പോഴേക്കും നിങ്ങളുടെ വീട് പെയിന്റ് അടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആര് അടിക്കും അത് അറിയാത്തത് കൊണ്ട് ആ ഒരു പോർഷൻ നമുക്ക് പാസീവ് വോയിസിൽ എഴുതാം. എങ്ങനെ? യുവർ ഹൗസ് will have been painted. Your house will have been painted by the time you reach home. ഇതുപോലെ നമുക്ക് ഒരുപാട് സെന്റൻസുകൾ എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളൊരു 3-4 സെന്റൻസുകൾ എഴുതിയിട്ട് അയക്കുക. ഓക്കെ, ഒരു കാര്യം മറക്കരുത്, എന്ത്? ഇത് പാസീവ് വോയിസ് ആണ്, ചെയ്യുന്ന വ്യക്തി ഉണ്ടാവരുത്. ഇപ്പൊ പറയരുത് ഐ വിൽ ഹാവ് ബീൻ ഗോൺ എന്ന് പറയരുത്, ചെയ്യുന്ന വ്യക്തി ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, it's called passive voice. Thank you everyone.